വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ദ്വിമുന്നണി രാഷ്ട്രീയത്തെ മറികടന്നുകൊണ്ട് ബി.ജെ.പി. കുറെ സീറ്റുകൾ പിടിക്കും എന്നാണ് അവരുടെ നേതാക്കൾ അവകാശപ്പെടുന്നത്. അതോടൊപ്പം തന്നെ പല മാധ്യമങ്ങളും, ഓൺലൈൻ മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഒക്കെ തന്നെ ഇക്കാര്യം എടുത്തു പറയുന്നുണ്ട്. അത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ബി.ജെ.പിക്ക് ഉണ്ടായ ഒരു വിജയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും ബി.ജെ.പി. പല നിയമസഭാ മണ്ഡലങ്ങളിലും ബി.ജെ.പി. ഒന്നാം സ്ഥാനത്ത് വന്നിരുന്നു. അത് തിരുവനന്തപുരത്തെ ലോക്സഭാ മണ്ഡലത്തിലാണെങ്കിലും, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലാണെങ്കിലും, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലാണെങ്കിലും. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി.ജെ.പി. ലോക്സഭാ സീറ്റ് തന്നെ വിജയിച്ചിരുന്നതാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തും അതേപോലെ തന്നെ പാലക്കാടും ഒക്കെ തന്നെ ബി.ജെ.പിക്ക് നഗരസഭകൾ പിടിച്ചെടുക്കാനും കഴിഞ്ഞു. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിലെ ബി.ജെ.പിക്ക് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പലരും അവകാശപ്പെടുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ വിജയത്തിന്റെ കണക്ക് പറയുന്ന സമയത്ത് ബി.ജെ.പി. പ്രാധാന്യം കൊടുക്കുന്ന 10-15 മണ്ഡലങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് നേമം ഉണ്ടാവാം, രണ്ടാമത്തേത് മഞ്ചേശ്വർ ഉണ്ടാകും. കാരണം നേമത്തെ ബി.ജെ.പി. 2016 ജയിച്ചതാണ്. 2021 അവർ പരാജയപ്പെട്ടു. അതേസമയത്ത് നേമത്ത് മഞ്ചേശ്വരത്താണെങ്കിൽ 89 വോട്ടിനാണ് ഒരു തവണ തോൽക്കുന്നത്. പിന്നീട് 10,000 വോട്ട് ബി.ജെ.പിക്ക് കിട്ടിയത് കൂടിയെങ്കിലും 715 വോട്ടിന് ബി.ജെ.പി. രണ്ടാമത്തെ തവണയും തോൽക്കുകയായിരുന്നു ചെയ്തത്. അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ 15 സീറ്റിൽ ബി.ജെ.പി. വളരെ കാര്യമായ തോതിൽ പ്രവർത്തിക്കുന്നു. ഉടൻ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളോട് നേരിട്ട് കളത്തിലിറങ്ങാൻ പറയുകയോ ചെയ്യുമെന്നാണ് പാർട്ടി കേന്ദ്രങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ ഇവിടെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് ബി.ജെ.പിയുടെ ആദ്യത്തെ 10-15 സീറ്റിൽ വരാത്ത 2 സീറ്റുകളാണ് കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് സൗത്തും കോഴിക്കോട് നോർത്തും. ഈ 2 മണ്ഡലങ്ങളിലെ ബി.ജെ.പിയുടെ സാധ്യതയാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ ബി.ജെ.പിക്ക് ഈ 2 മണ്ഡലങ്ങളിലും കാര്യമായ പ്രവർത്തനം നടത്തിയാൽ ജയിച്ചു കയറാൻ കഴിയും എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ഈ മണ്ഡലത്തിലെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നോക്കുകയാണെങ്കിൽ ബി.ജെ.പിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോഴിക്കോട് നോർത്തിലും കോഴിക്കോട് സൗത്തിലും ശ്രദ്ധേയമായ പ്രകടനമാണ് അവർക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷനുകൾ തെരഞ്ഞെടുപ്പിലും നല്ല വിജയമാണ് ബി.ജെ.പിക്ക് നേടാൻ കഴിഞ്ഞത്. 10-13 സീറ്റ് അവർക്ക് നേടാൻ കഴിഞ്ഞു. ഏതാണ്ട് അതിലധികം സീറ്റുകൾ അവർ തൊട്ട് 2ാം സ്ഥാനത്ത് വന്നു. വേണമെങ്കിൽ ബി.ജെ.പിക്ക് കോർപ്പറേഷന്റെ ഭരണസാരഥ്യം വരെ വഹിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു ശക്തി കോഴിക്കോട് ഉണ്ട് എന്നുള്ളതാണ് ഒന്നുകൊണ്ട് വ്യക്തമാണ്. പക്ഷെ അവർക്കത് അതിനെ വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് കേരളത്തിൽ കോഴിക്കോട് സൗത്തിലും നോർത്തിലും നല്ല സ്ഥാനാർത്ഥികൾ നിർത്തുകയും നല്ല രീതിയിൽ ക്യാമ്പയിനുകൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ബി.ജെ.പിക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ജയിച്ചു കയറാൻ തന്നെ കഴിയും. ഏറ്റവും ഒടുവിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി M.T. രമേശിന് കിട്ടിയത് 32,481 വോട്ടാണ്. അതായത് ആകെ പോൾ ചെയ്ത വോട്ടിന് 4-1 വരും, 25.1%. അതേ സമയത്ത് ജയിച്ച M.K. രാഘവന് 55,198 വോട്ട്, അതായത് 42.82% വോട്ടാണ് കിട്ടിയത്. CITU അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും CPM സ്ഥാനാർത്ഥിയുമായ LDF സ്ഥാനാർത്ഥിയുമായ എളബരം കരീമിന് കിട്ടിയത് 40,266 വോട്ടാണ്, അതായത് 31%. തൊട്ട് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ജയിച്ചത് LDF ആണ്. അന്ന് LDF-ലെ തോട്ടത്തിൽ രവീന്ദ്രന് 42% വോട്ട് കിട്ടിയിരുന്നെങ്കിൽ 43% വോട്ട് കിട്ടിയിരുന്നെങ്കിൽ 3 വർഷം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും 12% വോട്ടാണ് LDF-ന് കുറഞ്ഞത്. അതേ സമയത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഭിജിത്താണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി നിന്നത്. അന്ന് അദ്ദേഹത്തിന് 33.59% വോട്ടാണ് കിട്ടിയത്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 42.82% വോട്ട് കിട്ടി. ഏതാണ്ട് 9% വോട്ട് അവർക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. 12% വോട്ട് LDF-ന് കുറഞ്ഞു. ബി.ജെ.പിക്കാകട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30,952 വോട്ടാണ് കിട്ടിയത്. അതായത് 22.51%. അതാണ് അവർ 25% ഉയർത്തിയത്. 2.5% വോട്ട് ഉയർത്താൻ ബി.ജെ.പിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് കാര്യം. അപ്പൊ അതിന്റെ അർത്ഥം ഇതൊന്നും പാർട്ടികളുടെ കേഡർ വോട്ടുകളല്ല എന്നാണ്. CPM-ന് കിട്ടിയ വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോട്ടത്തിൽ രവീന്ദ്രനോ അതിനു മുമ്പ് പ്രദീപ് കുമാറിനോ ജയിക്കാൻ കഴിഞ്ഞിരുന്ന വോട്ട് അവരുടെ പാർട്ടി വോട്ടല്ല എന്നുള്ളതാണ്. കാരണം ജയിക്കാൻ പോകുന്ന ഒരു മുന്നണിക്ക് കിട്ടിയ ഒരു വോട്ട് മാത്രമായിട്ടേ നമുക്കതിനെ കണക്കാക്കാൻ കഴിയൂ.
ഇനി അഥവാ സ്ഥാനാർത്ഥികൾ മാറിയതുകൊണ്ടാണെന്ന് കരുതുകയാണെങ്കിൽ പ്രദീപ് കുമാർ MLA ആയിരുന്ന പ്രദീപ് കുമാർ ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വോട്ട് കുറയുകയാണ് ചെയ്യുന്നത്. 2016 64,192 വോട്ട് നേടിയാണ്, അതായത് 48.4% വോട്ട് നേടിയാണ് കോഴിക്കോട് നോർത്തിൽ നിന്ന് പ്രദീപ് കുമാർ MLA ആയി മത്സരിക്കുന്നത്. പക്ഷേ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പ്രദീപ് കുമാർ ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന സമയത്ത് ഇതേ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയിരുന്നത് 49,688 വോട്ട് മാത്രമാണ്, അതായത് 37% വോട്ടാണ് കിട്ടിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 48% വോട്ട് കിട്ടിയ പ്രദീപ് കുമാറിന് 11% വോട്ടാണ് കുറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം ഇതൊന്നും CPM-ന്റെ കേഡർ വോട്ടുകളല്ല. അപ്പം അതുകൊണ്ട് തന്നെ BJP-ക്ക് ഒരിക്കലും ജയസാധ്യതയില്ലാത്ത BJP കിട്ടി 25% വോട്ട്. വളരെ ശക്തമായ ജയസാധ്യതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ വളരെ ശക്തമായ പോരാട്ടം നടക്കുന്ന സമയത്ത് BJP-ക്ക് 10% വോട്ട് വർദ്ധിപ്പിക്കുന്നത് നിഷ്പ്രയാസം കഴിയുമെന്നുള്ളത് തന്നെയാണ്. ഇതുകൂടാതെ കേരളത്തിൽ ഇന്ന് ഏറ്റവും അധികം രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അത് ഇടതുപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നതും മുസ്ലിം ലീഗ് പ്രവർത്തിച്ച് കാണിച്ചു തന്നതുമാണ്. കാരണം മുസ്ലിം ലീഗ് നേതാവ് ഷാജിയെ പോലുള്ള ആളുകൾ പറയുന്നത് മതമാണ് 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 ഞങ്ങൾക്ക് പ്രശ്നം. അപ്പം ഞങ്ങൾ വന്നാൽ മതത്തിന് വേണ്ടിയാണ് ഞങ്ങൾ മത്സരിക്കുന്നത്, മതത്തിന് വേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്നാണ് UDF പറയുന്നത്. LDF ആകട്ടെ UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ഭരണം നിയന്ത്രിക്കുക എന്ന് പറയുന്നു. അതേപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകൾ പറയുന്നു UDF ഭരണകാലത്ത് NSS-നും SNDP-ക്കൊന്നും സ്കൂളുകൾ അനുവദിച്ചില്ല, അത് മുസ്ലിങ്ങൾക്ക് മാത്രമാണ്, മുസ്ലിം സംഘടനകൾക്ക് മാത്രമാണ്, അല്ലെങ്കിൽ ലീഗിന്റെ ഒരു ആധിപത്യമായിരുന്നു നടന്നത് എന്നവർ പറയുന്നു. അപ്പൊ കേരളത്തിൽ എന്നൊക്കെ UDF അധികാരത്തിൽ വന്നിട്ടുണ്ടോ, കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടുണ്ടോ, അന്നൊക്കെ മുസ്ലിം സംഘടനകൾക്കാണ് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയത്. അപ്പൊ ഇതിനെതിരായിട്ടുള്ള ജനരോഷം സ്വാഭാവികമായിട്ടും ആളുകളുടെ ഇടയിലുണ്ട്, ഹിന്ദു ഭൂരിപക്ഷ സമുദായത്തിനിടയിലുണ്ട്. അത് LDF ആണെങ്കിലും UDF ആണെങ്കിലും. ഇപ്പോൾ LDF അത് ഹിന്ദുക്കളുടെ വോട്ട് നേടിയെടുക്കാൻ വേണ്ടി ഈ പ്രശ്നം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും LDF പരമ്പരാഗതമായിട്ട് മുസ്ലിം വർഗീയതയായിട്ട് കൂട്ടുപിടിക്കുകയാണ് ചെയ്തത്. കാരണം മദനിക്കെതിരെ അവർ വ്യാപകമായിട്ട് മദനി ഭീകരവാദികളുടെ കോർഡിനേറ്റർ എന്ന് പറയുന്ന ആളുകൾ തന്നെ മദനിക്ക് വേണ്ടി നിയമസഭയിൽ പ്രമേയം പാസ്സാക്കിയ മുൻകൈ എടുത്തത് CPM ആണ്. അതേപോലെ തന്നെ ഗാസയിൽ അങ്ങ് നമ്മളായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത എത്രയോ ഭൂമിശാസ്ത്രപരമായി അകലെ കിടക്കുന്ന ഗാസയിൽ പലസ്തീനികളും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തിൽ മുസ്ലിം വോട്ട് നേടാൻ വേണ്ടി മാത്രമാണ് ഗാസയ്ക്ക് വേണ്ടി ഇവിടെ പ്രകടനങ്ങളും കോലാഹലങ്ങളും നടത്തിയത്. അതേസമയത്ത് നമ്മുടെ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമായ നമ്മുടെ രാജ്യത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന നേരത്തെ 47 വരെ നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ നിരന്തരമായ കൊലകൾ നടക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും, അത് LDF ആണെങ്കിലും UDF ആണെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും അവരാരും തന്നെ ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടി മാത്രമാണ് അവർ ഗാസയിലെ പ്രശ്നം ഉന്നയിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ ഈ അടുത്ത കാലത്ത് AP അബ്ദുള്ളക്കുട്ടി നേരത്തെ MP ആയിരുന്നു, ഇപ്പോൾ അദ്ദേഹം BJP-യുടെ നേതാവാണ്. നേരത്തെ അദ്ദേഹം കോൺഗ്രസിലും CPM-ലൊക്കെ പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹജ്ജ് കമ്മിറ്റിയുടെ ഭാരവാഹിയായിരുന്നു, മലപ്പുറത്ത് ഹജ്ജ് ക്യാമ്പിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കോൺഗ്രസിന്റെയും ലീഗിന്റെയും CPM-ന്റെയും നേതാക്കൾ. എന്തിനു വേണ്ടിയായിരുന്നു? കാരണം വോട്ടർമാരായിട്ടുള്ള ഹജ്ജ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുടെ വോട്ട് ആകർഷിക്കാൻ വേണ്ടിയാണ് ഹജ്ജ് ക്യാമ്പിൽ വന്നത്. അദ്ദേഹം ചോദിക്കുന്നു, ഇതുപോലൊരു ചടങ്ങാണ് തിരുനാവായിൽ നടക്കുന്നത്, കുംഭമേളയുടെ ഒരു കേരള കുംഭമേളയാണ് അവിടെ നടക്കുന്നത്, മാമാങ്കമാണ് അവിടെ നടക്കുന്നത്, 10,000-കണക്കിന് ഹൈന്ദവ ഭക്തന്മാർ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവോ ഏതെങ്കിലും ഒരു മുസ്ലിം നേതാവോ ഏതെങ്കിലും ഒരു CPM നേതാവോ അവിടെ എത്തിയോ? അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടിയാണ് ഇവിടുത്തെ ആളുകൾ, സംഘടിത മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടിയാണ് ഇവിടുത്തെ മുന്നണി നേതാക്കൾ മത്സരിക്കുന്നത്. ഇപ്പം സമീപകാലത്ത് CPM-ന് മുസ്ലിം വോട്ട് കിട്ടുന്നില്ല. നേരത്തെ 2016-ലും 2021-ലും അവർക്ക് മുസ്ലിം വോട്ട് കിട്ടിയിരുന്നു. പക്ഷെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് തീരെ വോട്ട് കിട്ടിയില്ല. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും മുസ്ലിം വോട്ട് അവർക്ക് നഷ്ടപ്പെട്ടു. ഈ സമയത്ത് പൊതുവെ ഹിന്ദു ജനവിഭാഗം തങ്ങളൊരു തിരിച്ചടിക്ക് തയ്യാറായി നിൽക്കുകയാണ്, ഹിന്ദുക്കളോട് അവഗണന കാണിക്കുകയാണ്, ഹിന്ദു മാനേജ്മെന്റുകളോട് അവഗണിക്കുകയാണ്, ഹിന്ദു രാഷ്ട്രീയത്തോട് അവഗണന കാണിക്കുകയാണ് എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ട്. മതേതരത്വം എന്ന് പറയുന്നത് ഹിന്ദുക്കളൊരു ബാധ്യതയാണ്. വർഗീയത പറയുന്ന INL-ഉം അതുപോലെ തന്നെ മുസ്ലിം ലീഗും, പരസ്പരം മത്സരിക്കുന്ന മുസ്ലിം ലീഗും INL-ഉം രണ്ടുപേരെയും അപ്പുറവും ഇപ്പുറവും LDF-ഉം UDF-ഉം കൂട്ടത്തിൽ ചേർത്തിരിക്കുകയാണ്. പക്ഷേ മുസ്ലിം ലീഗിനേക്കാൾ വർഗീയ നിലപാടെടുക്കുന്ന പാർട്ടിയാണ് INL. പക്ഷെ അവരെ കൂട്ടുന്നതിന് LDF-ന് യാതൊരു മടിയുമില്ല. അപ്പൊ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഹിന്ദു തിരിച്ചടി സ്വാഭാവികമായിട്ടും ഈ ഒരു പശ്ചാത്തലത്തിൽ കോഴിക്കോട് നോർത്തിലും കോഴിക്കോട് സൗത്തിലും വേണമെങ്കിൽ BJP-ക്ക് ജയിച്ചു കയറാൻ കഴിയും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്.